you know, Aratane, social media celebrity, film reviewer, actor, philosopher, engineer, writer. ഇത്രയും ടാഗുകൾ എങ്ങനെയാണ് ഒരേ സമയം ഹാൻഡിൽ ചെയ്യുന്നത്? എല്ലാം ചെയ്ത കാര്യങ്ങളാണ്, പല കാലഘട്ടത്തിൽ ചെയ്ത കാര്യങ്ങളാണ്. മോഹൻലാലിനെ കുറിച്ച് പണ്ടൊരു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? വളരെ മാത്രമല്ല, 800 കോട്ടിൽ ബുക്ക് ചെയ്തതാണ്, 800 കോട്ടിൽ ബുക്ക് ചെയ്തില്ല. ബുക്കിനെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം? മോഹൻലാലിന്റെ ബുക്ക് മോഹൻലാല് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നന്നാക്കാമായിരുന്നു, അത് കുറച്ച് പ്രശ്നങ്ങൾ വന്നു. ഏറ്റവും നല്ല ബുക്ക് 800 കോഴ്സിലെ ബുക്കാണ്, അത് സ്വന്തമായ രീതിയിൽ കോഴ്സാണ്. സന്തോഷേട്ടാ, നമ്മൾ ഈ എപ്പിസോഡില് ഇന്റലക്ച്വൽ ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണുള്ളത് കേട്ടോ. അപ്പോ നമ്മളുടെ ഫിലോസഫിയില് എപ്പിസ്റ്റമോളജി, മെറ്റാഫിസിക്സ് പോലെ തന്നെ ഉള്ള വേറൊരു ബ്രാഞ്ച് ലോജിക്, എസ്തെറ്റിക്സിനെ കുറിച്ചാണ് എന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് വൺ ഓഫ് ദി മേജർ ബ്രാഞ്ച് ഇൻ ഫിലോസഫി, എസ്തെറ്റിക്സ് എന്ന് പറയും. അങ്ങനെ സ്റ്റഡി കേരളത്തിൽ കുറവാണ്. യെസ്. അപ്പോ what do you actually mean by aesthetics? ഇപ്പം ആളുകൾക്ക് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എസ്തെറ്റിക്സ് ആണ് ബ്യൂട്ടി, ലാവണ്യശാസ്ത്രം. അത് ആർട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ കൂടുതൽ എല്ലാ ജനറേഷനുമാണ്, എല്ലായിടത്തും ഉണ്ട്. ആർട്ടിൽ മാത്രം, വളരെ വിചാരം ആർട്ടിൽ മാത്രം, എല്ലായിടത്തും ഉണ്ട്. ഒരു ഫുഡ് കഴിക്കുമ്പോൾ എന്റെ ആർട്ടിലുണ്ട്. പക്ഷെ ഇവിടെ ഒരു ഫിലിം എഡ്യൂക്കേഷനോ എസ്തെറ്റിക് എഡ്യൂക്കേഷനോ കേരളത്തിലില്ല. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ സിനിമ കാണുമ്പോൾ പ്രത്യേകില്ല. ഇതിൽ പറയുന്നത് നമ്മൾ ഈ തിയേറ്ററിൽ കാണുന്ന സിനിമകളല്ല, ഇവിടെ വരുന്ന സിനിമകളാണ് ഇമോഷണൽ ചാർജിങ്, ഡിസ്ചാർജിങ് ആണ്. അതല്ല യഥാർത്ഥ ഫിലിം. ശരിക്കുള്ള ഫിലിമാണ് വേൾഡ് സിനിമയും മറ്റേക്കാം. അത് വളരെ എഡ്യൂക്കേറ്റീവ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കാം. നമുക്ക് ഈ ആർട്സും ഈ എസ്തെറ്റിക്സും ആയിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്? ആർട്സ് എസ്തെറ്റിക്സിൽ വരുന്ന വൺ ഓഫ് ദി ബ്രാഞ്ചാണ്. ആർട്സിലെ എസ്തെറ്റിക്സ് ഉണ്ട്, പക്ഷെ ആർട്സ് മാത്രമല്ല എസ്തെറ്റിക്സ് ഉള്ളത്. കലാകാരന്മാർക്ക് ഇൻഡിവിജ്വൽസ് വളരെയാണ്. എസ്തെറ്റിക്സ് ആണ് ബ്യൂട്ടി, ആ ലാവണ്യശാസ്ത്രം. അതിന് ഒരുപാട് ക്രിറ്റിക്സ് ഉണ്ട്, കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ശരിക്കുള്ള എസ്തെറ്റിക്സ് അല്ല ഇപ്പോഴത്തെ ഫിലിംസിൽ നമ്മൾ കാണും. ആർട്ട് ശരിക്കും എസ്തെറ്റിക്സ് വേറെ ഇല്ല. എസ്തെറ്റിക്സ് ഇമോഷൻ ഇല്ല ആയിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മയുഗം ഒരു മൂവിയുടെ വളരെ എസ്തെറ്റിക് ആണ്. ഇമോഷണൽ ഫിലിംസ് അല്ല, ബ്രഹ്മയുഗം ഒരു എസ്തെറ്റിക് മൂവിയാണ്. എസ്തെറ്റിക്സ് വേറെ ലെവലാണ്. എസ്തെറ്റിക്സ് ഈ ആർട്സ് മാത്രമാണ് നമ്മൾ ബ്രാഞ്ച് മാത്രമാണ്. ബ്യൂട്ടി തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും കുക്കിങ്ങിലായാലും ബ്യൂട്ടിയുടെ സ്റ്റഡിയാണ്, ലാവണ്യശാസ്ത്രം. ബ്യൂട്ടിയുടെ സ്റ്റഡി ആയിട്ട് അത് എല്ലായിടത്തും ഉണ്ട്. പലരും വിചാരം ആർട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. ആക്ച്വലി പോലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മള് ഹൗ വി ഡെവലപ്പ് ദാറ്റ് എസ്തെറ്റിക് സെൻസ്? അത് പണ്ട് യൂറോപ്പിൽ റൊമാൻറ്റിക് മൂവ്മെന്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അത് എസ്തെറ്റിക്സ് കുറവാണ്. ഇപ്പൊ എല്ലാവരും ലോജിക്കിന് പറയുകയാണ്, സ്റ്റെം ആയാലും സയൻസ് ടെക്നോളജികൾ. ഇപ്പൊ എൻലൈറ്റ്മെന്റ് വന്നതോടെ എല്ലാവരും ലോജിക്കിന് പറയാം. ഈ എസ്തെറ്റിക്സ് കുറഞ്ഞു വരിക. കേരളത്തിലെ ആൾക്കാരെല്ലാം നിങ്ങൾ മൂവീസിലെ ലോജിക്ക് നോക്കുകയാണ്. എൻലൈറ്റ്മെന്റ് കൊടുക്കുകയാണ്. മൂവീസിലെ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പത്മരാജൻ അല്ലെങ്കിൽ ഭരതൻ ഇവർ പറഞ്ഞ എസ്തെറ്റിക് ആയിട്ടുള്ള ആൾക്കാരായ ഇപ്പൊ അങ്ങനത്തെ മൂവീസ് ഓടുന്നതാണ്. ഇപ്പോഴത്തെ യൂത്ത് മുഴുവൻ ലോജിക്കിന് പറയുക. അതിന് നമ്മളുടെ ഇവിടുത്തെ ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നു. നമുക്ക് അങ്ങനെ എഡ്യൂക്കേഷൻ ഇല്ല. എഡ്യൂക്കേഷനോ ഫിലിം എഡ്യൂക്കേഷനോ അങ്ങനെ എഡ്യൂക്കേഷൻ വരുന്നില്ല. വേൾഡ് സിനിമയുടെ ഫിലോസഫിയാണ് ഫിലിമോസോഫി. വേൾഡ് സിനിമകൾ ഇപ്പൊ ആൾക്കാർ കാണുന്നുണ്ട്, ഇപ്പോഴത്തെ യൂത്തിലെ കാണുന്നുണ്ട്. പക്ഷെ അത് മിക്കവരും കാണുന്നത് ഈ തനതായ സിനിമകളാകാം, ഇവിടെ നാട്ടിലിറങ്ങും. ശരിക്കും സിനിമ ആകുന്നല്ല. വേൾഡ് സിനിമയിൽ കാണുന്ന ആൾക്കാരുണ്ട്, അത് കുറവാണ്. ഈ എസ്തെറ്റിക് സെൻസ് അല്ലെ, എസ്തെറ്റിക് എൻജോയ് ചെയ്യാനുള്ള ഒരു കഴിവ് അല്ലെ, എസ്തെറ്റിക് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അത് ആൾക്കാരുടെ ലൈഫിൽ എല്ലാ കാര്യവും എൻജോയ് ചെയ്ത് ചെയ്യും. ലാലേട്ടൻ പറഞ്ഞ പോലെ അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഹാപ്പിയായി. അപ്പോ അത് ശരിക്കും ഒബ്ജക്റ്റീവ് ആണോ സബ്ജക്റ്റീവ്? സബ്ജക്റ്റീവ് ആണ്, ടോട്ടലി സബ്ജക്റ്റീവ്. എസ്തെറ്റിക് പ്യൂർലി സബ്ജക്റ്റീവ്. ഒരു ആർട്ട് ഫോം, ഒരു പെയിന്റിങ് ഒരാൾക്ക് തോന്നുന്ന പോലെ ആയിരിക്കില്ല വേറെ ആൾക്ക് തോന്നും. ഒരു മൂവി ആയിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവി ഇല്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത മൂവി ചിലർക്ക് ഇഷ്ടമാണ്. ഒരു നല്ല മൂവി മോശം മൂവി ഒന്നുമില്ല. കാരണം വളരെ മോശം തോന്നുന്ന ചില മൂവി ചിലർക്ക് ഇഷ്ടപ്പെടും. എസ്തെറ്റിക് പ്യൂർലി സബ്ജക്റ്റീവാണ്. നമ്മൾ എസ്തെറ്റിക്സ് നമ്മൾ ആർട്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 100% നമ്മൾ ട്രൂത്ത്ഫുൾ ആവണം നിർബന്ധമുണ്ടോ? ട്രൂത്ത്ഫുൾ ആവണം. പക്ഷെ പലപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് അത് മാറിക്കൊണ്ടിരിക്കും. വേറൊരാൾക്ക് തോന്നും. ചിലർക്ക് ഇപ്പൊ ട്രൂത്ത്ഫുൾ, ഇപ്പൊ സബ്ജക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ട്രൂത്ത്ഫുൾ ആണെന്ന് തോന്നുന്ന മറ്റൊരാൾക്ക് ട്രൂത്ത്ഫുൾ അല്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഫിലിമിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരോടൊപ്പം ഒരു സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ഇല്ല,
ആക്ച്വലി ഇല്ല. അത് ഓരോ ആളുകളുടെയും പ്രേക്ഷകന്റെ അനുഭവം എന്ന് പറയത്തില്ലേ, അത് സബ്ജക്റ്റീവാണ്. അപ്പോ ഓൺ ആൻ ആവറേജ് ഒരു മാർക്കറ്റ്, ഇപ്പൊ മലയാളം കേരളത്തിലുള്ള ജനങ്ങൾ എടുക്കണം, ഓൺ ആൻ ആവറേജ് ഒരു പടം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൊള്ളാമെന്നേ ഉള്ളൂ. ഓടുന്നില്ല, ഇല്ല വാനപ്രസ്ഥ മൂവിയോ അങ്ങനത്തെ മൂവീസ് ഓടുന്നില്ല, ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ശരിക്കും എൻജോയ് ചെയ്തില്ല. ആർട്ട് മൂവീസ് ഓടുന്നില്ല, ഇവിടുത്തെ അവർക്ക് ആ എസ്തെറ്റിക് സെൻസ് ഇല്ല. പിന്നെ നമ്മളുടെ ഈ എൻലൈറ്റ്മെന്റ് ലോജിക്കിന്റെ ഇത് വന്നോടെ എസ്തെറ്റിക്സ് വെച്ച താഴ്ന്നുണ്ട്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത്, നമ്മളുടെ ആർട്സും എസ്തെറ്റിക്സും മൊറാലിറ്റിയായിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? മൊറാലിറ്റി നിങ്ങൾ ചാസ്റ്റിറ്റി, മൊറാലിറ്റിയാണ് റൈറ്റ് ആൻഡ് റോങ് വ്യത്യാസമാണ്. മോറൽ വാല്യൂസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ ഈ ചാസ്റ്റിറ്റി എന്ന് പറയില്ല, അത് എസ്തെറ്റിക്സ് കുറച്ച് കുറവാണ്. കാരണം ഇവരാണ് ഇമാജിനേഷണൽ ആൾക്കാരാണ്. ഇവരിപ്പോ പെയിന്റേഴ്സ്, സ്ത്രീകൾ ന്യൂഡായിട്ട് വരയ്ക്കുക അങ്ങനെ ചെയ്ത് അത് ഈ റിലീജിയൻ അങ്ങനത്തെ കാര്യങ്ങളിൽ എതിരെയുമാണ്. സ്കൾപ്ചറിനെതിരായിട്ട് വരും. സ്കൾപ്ചർ അങ്ങനത്തെ അത് വളരെ ഇമാജിനേഷൻ കൂടുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഷറയിലിസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ വരുമ്പോ ഈ പറയുന്ന ചാസ്റ്റിറ്റി സംഭവം പോകും. കാരണം മിക്ക കലാകാരന്മാർ ഇമാജിനേഷൻ കൂടുമ്പോ ഇതുമാണ്. ഇപ്പൊ നമ്മൾ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ എസ്തെറ്റിക്സ് യൂസ് ചെയ്യുമ്പോഴും ഹൗ ഈസ് ഇറ്റ് കണക്റ്റഡ് ടു ദ കൾച്ചർ? സെക്ഷൻ എലമെന്റ് വളരെ ലിങ്ക്ഡ് ആണ്. ആർട്ട് സെക്ഷൻ വളരെ ലിങ്ക്ഡ് ആണ്. സെക്സ് വളരെ വലിയൊരു ആർട്ട് ഫോമാണ് സെക്സ് ആയിട്ട്. ആക്ച്വലി യെസ്. അപ്പൊ ഇത് നമ്മുടെ കൾച്ചറുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആവും? നമ്മുടെ റിലീജിയൻ അതെന്താണ് പണ്ട് അച്ഛന്മാരുടെ പറയും സിനിമ കാണാൻ പാടില്ല പറയും. റിലീജിയനും ആർട്ടും ആ ഈ കാര്യത്തിൽ എതിരായിട്ട് വരും. കാരണം ആർട്ടിലും ഇമാജിനേഷൻ കൂടുമ്പോൾ ക്രിയേറ്റിവിറ്റി കൂടുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രശ്നമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ റിലീജിയന് പ്രശ്നമാണ്. ഇപ്പൊ ചില സെക്ടുകളൊക്കെ ആണെങ്കിൽ മ്യൂസിക് കേൾക്കുന്ന ഹറാമാണ്, സിനിമ കാണുന്ന ഹറാമാണ്, ഡാൻസ് ചെയ്യുന്ന ഹറാമാണ്, അങ്ങനെയൊക്കെയുള്ള റെസ്ട്രിക്ഷൻസ് വരുമല്ലോ ചില കമ്മ്യൂണിറ്റിയിലൊക്കെ. അപ്പോ അതും ഹൗ വി കോറിലേറ്റ് വിത്ത് എസ്തെറ്റിക്സ്? എസ്തെറ്റിക്സ് ആണ് മെയിൻലി ഇമാജിനേഷൻ അങ്ങനത്തെ കാര്യമാണ്. മറ്റേതെല്ലാം ലോജിക്കലെ കാര്യങ്ങളാണ്. റിലീജിയൻ പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഡൂസ് ആൻഡ് ഡോൺസ് ആണല്ലോ, അതുപോലെ ലോജിക്കലാണ്. അതിൻ്റെതായ പ്രശ്നം വരുമല്ലോ, എസ്പെഷ്യലി മോറൽ വാല്യൂസ്. സ്ത്രീകളെ ന്യൂ ഡയഗ്രം വരയ്ക്കുന്നത് മാധവിക്കുട്ടിയുടെ പടം തുറന്നു വന്നപ്പോൾ പ്രശ്നമായി. നമ്മളുടെ MF ആയി, അതിൽ ന്യൂ ഡയഗ്രാംസ് ആയി, സ്ത്രീകളെ ന്യൂഡൊക്കെ ആക്കി. അത് റിലീജിയൻ അക്സെപ്റ്റ് ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു സെക്കൻഡേ. റിലീജിയൻ പല ആർട്ട് ഫോമിന് എതിരാണ്. ഇപ്പോ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പൊ നമ്മൾ പല ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. ഇപ്പം ആർട്ടിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഉണ്ട്, ലോജിക് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, കോഗ്നിറ്റീവ് ഉണ്ട്, സ്പോർട്സ് ഇന്റലിജൻസ് ഉണ്ട്, ക്രിയേറ്റീവ് ഇന്റലിജൻസ്. അപ്പം ഇന്റലിജൻസ് ഒരു 10-15 ടൈപ്പ് ഇന്റലിജൻസ് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ട്, ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ എസ്തെറ്റിക് ഇന്റലിജൻസ് എന്നൊരു ടൈം ഉണ്ട്. അതായത് ഒരാൾക്ക് ഒരു എസ്തെറ്റിക് ആയിട്ട് ഒരു സംഭവത്തിന്റെ ബ്യൂട്ടി എൻജോയ് ചെയ്യാൻ പറ്റുക, അതിന് സന്തോഷം കണ്ടെത്തുക, അതിന്റെ ആ സെൻസ് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു കൈൻഡ് ഓഫ് ആൻ ഇന്റലിജൻസ്. അതൊരു ബ്രെയിനിന്റെ ഒരു ഫംഗ്ഷനുമാണ്. കപ്പരാജൻ അല്ലെങ്കിൽ മാധവിക്കുട്ടി ഹൈ ആയിട്ടുള്ളതാണ്. അപ്പോ ഇത് മറ്റ് ഇന്റലിജൻസുമായിട്ട് എങ്ങനെ വ്യത്യാസമായിട്ടിരിക്കുന്നത്? അങ്ങനെ ഡൂസ് ഡോൺസ് അങ്ങനത്തെ ബൈനറി അല്ല. മറ്റേ സയൻസ് ലോജിക്കലേക്ക് അതെല്ലാം ബൈനറിയാണ്. യെസ് ഓർ നോ ആണ്. മറ്റേത് അത് ബിയോണ്ട് ആണ്. അതൊക്കെ ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ തന്നെ ഈ ആർട്ട് ഇങ്ങനത്തെ ഇമാജിനേഷൻ വരുമ്പോൾ ഫ്രീഡം വരും. ലോജിക് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. സയൻസിനെ പറയുന്നത് A to B പറഞ്ഞ സ്ട്രെയിറ്റ് പാത്താണ് ലോജിക്. അത് വളരെ നാരോ ആണ്. ഇമാജിനേഷൻ വരുമ്പോൾ നമുക്ക് വളരെ ബ്രോഡാണ്. നമ്മളുടെ അതാണ് പ്രൊഫഷണൽ കോളേജ്, ആർട്സ് സയൻസ് കോളേജ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. അവിടെ ഇമാജിനേഷനൊക്കെയാണ്. പക്ഷെ പ്രൊഫഷണൽ കോളേജിൽ എഞ്ചിനീയറിംഗ് ലോജിക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളും ആൾക്കാർക്ക് ഫ്രീഡവും ഇല്ല. ഫ്രീഡം വരുന്നത് ഇമാജിനേഷൻ വരുമ്പോഴാണ്. ലോജിക്കലി ഫ്രീഡം ഇല്ല. പിന്നെ ഒരു പ്രശ്നം ഉള്ളത്, ഇപ്പം ഈ എസ്തെറ്റിക്സ് ശരിക്കും ഹ്യൂമൻസിന് മാത്രമേ ഉള്ളൂ, അതോ ആനിമൽസിനുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? ആർ ആനിമൽസ് ആർ ആർട്ടിസ്റ്റിക്? അതിനെക്കുറിച്ച് ന്യൂറോ സയൻസ് കുറെ സ്റ്റഡി നടക്കുന്നുണ്ട്. അത് ഒരു കൺഫേം ആയിട്ടില്ല, അവർക്ക് ഉണ്ടോ ഇല്ലോ എന്ന് അറിയില്ല. പക്ഷെ മനുഷ്യർക്കുണ്ട്. പക്ഷെ ചില സ്റ്റഡീസ്, ഒബ്സർവേഷൻസ്, എവിഡൻസ് പറയുന്ന ആനിമൽസ് പോലും പിക്ചേഴ്സ് വരയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സിംബൽസ് വരയ്ക്കാറുണ്ട്, അങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടെന്ന് സ്റ്റഡീസ് വരുന്നുണ്ട്. സോ അത് ഫുൾ കൺഫേം ആയിട്ടില്ല. സോ ഡു യു തിങ്ക് ദേ ഹാവ് എസ്തെറ്റിക് സെൻസ്? അവർക്ക്
ഇങ്ങനെ ഇമാജിനേഷൻ ഉണ്ടോ എന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. ഇമാജിനേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മൃഗങ്ങൾക്ക് കുറവാണ്. അതൊരു പ്രോഗ്രാംഡ് ലൈഫാണ്. അങ്ങനത്തെ ക്രിയേറ്റിവിറ്റി എല്ലാം ബ്രെയിൻ അത്ര ഇവോൾവ് അല്ലായിരിക്കും. അല്ല, പക്ഷെ അവർ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പല ക്രിയേറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി അഡാപ്റ്റിവിറ്റിയുടെ ഭാഗമായിട്ട് പല ക്രിയേറ്റിവിറ്റി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ആൻഡ് ഉറുമ്പുകളെല്ലാം വീട് പണിയുക, അതുപോലെ അതിലുണ്ട്, അവർക്കും ഉണ്ട് ക്രിയേറ്റീവ്. അത് പക്ഷെ അവരുടെ സർവൈവലിന് വേണ്ടിയാണ്. ചില ആനിമൽസും ബേർഡ്സും മിമിക്രി കാണിക്കും. ഒരു അഡാപ്റ്റീവ് ഇന്റലിജൻസ് അവരുടെ അവർക്കും ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം കോഗ്നിറ്റീവ് സയൻസിലും ന്യൂറോ സയൻസിലും വരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ എസ്തറ്റിക്സിൽ ട്രൂത്ത് കൺവേ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ട്രൂത്ത് റിലേറ്റീവ് ആണ്. റിലേറ്റീവ് ആണ്. ആൻഡ് അങ്ങനെ വരുമ്പോൾ ഈസ് എസ്തറ്റിക്സ് ക്യാൻ ബി അപ്ലൈഡ് യൂണിവേഴ്സൽ? അങ്ങനെ പറ്റാം, മാറിക്കൊണ്ടിരിക്കും. മാറിക്കൊണ്ട് ലോജിക്കാണ് പിന്നെ യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യുന്നത്. പക്ഷേ ഇത് റിലേറ്റീവ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ യൂണിവേഴ്സൽ അല്ല. മലയാളികൾക്ക് എന്തുമാത്രം എസ്തറ്റിക് സെൻസ് ഉണ്ടാവും? വളരെ കുറവാണ്. ഇവിടെ മെയിൻലി ലോജിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ സിനിമാക്കാരിൽ നല്ല ബുദ്ധിമുട്ട് വരുന്നത് അവർ ഒരുപാട് ഇമാജിനേഷനും തോട്ട് പ്രോസസ് ഉപയോഗിക്കുക ചെയ്യുന്നത്. ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പഠിത്തത്തിനും പൊളിറ്റിക്സ് ഒക്കെയാണ്. സിനിമയ്ക്ക് അത് വലിയ വില കൊടുക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു ക്രിയേറ്റിവിറ്റി ഇവിടെ കേരളത്തിൽ എൻകറേജ് ചെയ്യുന്നില്ല, എസ്പെഷ്യലി പേരൻസ്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇപ്പം ഓൾറെഡി ട്രെൻഡിങ് ആണ് ആൻഡ് ഇറ്റ്സ് ടേക്കിംഗ് ഓവർ മെനി ഇൻഡസ്ട്രീസ്. മുന്നോട്ടുള്ള ഒരു പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസും ഹ്യൂമൻ ടു ഹ്യൂമൻ ഇന്ററാക്ഷൻ ഉള്ള ഇൻഡസ്ട്രീസും ആയിരിക്കും ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത്. ബാക്കി എല്ലായിടത്തും ജോബ് ലോസ് അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് വരാൻ സാധ്യത. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹ്യൂമൻ ബ്രെയിനെ റീപ്ലേസ് ചെയ്യാൻ മാത്രമുള്ള കപ്പാസിറ്റിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. മേ ബി ഒരു 10 വർഷം എത്താം. കുഴപ്പം പറഞ്ഞാൽ ഹ്യൂമൻ ബ്രെയിൻ വർക്ക് ചെയ്യാതെ പോവുകയാണ്. ഇപ്പം പാറ്റേൺ റെക്കഗ്നിഷൻ ഉണ്ടല്ലോ. ഇപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് 2 സംഭവങ്ങളാണ്. ഒന്ന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡാറ്റ, ആ ഡാറ്റയെ പ്രോഗ്രസ് ചെയ്യുന്ന അൽഗോരിതം. ഈ 2 ബേസ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് വരിക. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എത്തിക്കലി ആൻഡ് മോറലി കറക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് റോങ് ആയി അത് മിസ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ ഈ എസ്തെറ്റിക്സിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ, ഐ മീൻ എസ്തെറ്റിക്സിനെ എങ്ങനെ ഇത് ബാധിക്കും? ഒരുപാട് അപ്ലൈ ചെയ്യാറില്ല. ഇപ്പോൾ ഒരുപാട് അപ്ലൈ ചെയ്യാം. പണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ ചിന്തിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടർ ക്രിയേറ്റീവ് ആർട്ടിഫിഷ്യൽ ക്രിയേറ്റിവിറ്റി നടക്കുന്നില്ല. ഉണ്ട്. ഇതിന്റെ ആർട്ടിഫിഷ്യൽ കുഴപ്പം പറഞ്ഞ ഇങ്ങനെ വരുമ്പോൾ അത് എത്തിക്കൽ അല്ലാതെ ഇത് ഉപയോഗിക്കാം. അത് മാത്രമല്ല, കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ യൂസേജ് കുറയാം. ആൾക്കാർക്ക് മെമ്മറി വേണ്ട, മെന്റൽ അരിത്മെറ്റിക് വേണ്ട, ഇനി കുറച്ച് ക്രിയേറ്റിവിറ്റി പോകും, സ്കില്ല് ഇപ്പോൾ വേണ്ട. അവസാനം മനുഷ്യന് മന്ദബുദ്ധിയായിട്ട് മാറുകയാണ്. ഡിസൈൻ ചെയ്യുന്ന ആൾക്കൊക്കെ മാത്രം ബുദ്ധി, മനുഷ്യൻ ബ്രെയിൻ ഉപയോഗിക്കില്ല. ഇന്നിപ്പോ പണ്ടൊരു ആൾക്കാർ ഒരുപാട് നമ്പേഴ്സ് ഓർത്ത്, മെമ്മറി വേണ്ട, കണക്കണക്ക് വേണ്ട, കാൽക്കുലേറ്റർ ഉണ്ട്. ഇപ്പൊ ക്രിയേറ്റിവിറ്റി, സ്കില്ല്, ഇപ്പൊ ഡ്രൈവിംഗ് വളരെ പുതിയ വരുമ്പോൾ ഇതെല്ലാം അവസാനം ഒരു ബ്രെയിൻ ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ചെറിയ കേസ്. പിന്നെ ഈ ടെക്നോളജി ഡിപ്പെൻഡ് ഒരു ഗുണം പറഞ്ഞാൽ കുറച്ച് മനുഷ്യരുടെ ഡിപ്പെൻഡേക്കാട്ടും പെർഫെക്റ്റ് ആണ്. പക്ഷെ ഉണ്ടാവുന്ന ഡാമേജ് വളരെ കാറ്റസ്ട്രോഫിക് ആണ്. കാരണം ഈ മെട്രോകളെല്ലാം പണ്ട് ഒരു ദിവസത്തോളം പോയി തന്നെ എല്ലാം ഒന്ന് ക്ലാസ്സാണ്. അതാണ് ഈ ഓട്ടോ പൈകൾ വരുമ്പോൾ 2 ദിവസം. ഇനിയൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഇറ്റ്സ് വെരി സിമ്പിൾ. മലയാള സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എസ്തെറ്റിക് ബ്യൂട്ടി അപ്ലൈ ചെയ്യുമ്പം പലപ്പോഴും അതൊരു കൊമേഴ്സ്യലി ഒരു സക്സസ്ഫുൾ ആളല്ല. ഇപ്പം പല ആർട്ട് ഫിലിംസ് ആണെങ്കിലും എക്കണോമിക്കലി വയബിൾ അല്ല. കാരണം ഇവിടുത്തെ ഓഡിയൻസിന് അത് വേണ്ടെന്നുള്ളതുകൊണ്ടാണ് റിജക്ട് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ആർട്ട് ഫോംസ് അല്ല, സക്സസ് ആയ ആർട്ട് മൂവീസ് ഓടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞത്, ഇപ്പം നമ്മൾ ഫിലിമിന്റെ സിനിമാറ്റോഗ്രാഫി അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, കോസ്റ്റ്യൂം ഡിസൈനിങ്, ദെൻ അതിന്റെ എഡിറ്റിംഗ്, ആർട്ട് ഡയറക്ഷൻ, എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം എസ്തെറ്റിക്സ് നമ്മൾ നോക്കാറുണ്ട്. ഇപ്പൊ ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടറും ആർട്ടിസ്റ്റും ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നോക്കാറുള്ളത്. അപ്പം ഛായാഗ്രഹണം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ട് ഡയറക്ഷനിലാണ് മെയിനായിട്ട് നമ്മൾ എസ്തെറ്റിക്സ് അപ്ലൈ ചെയ്യുക. ഇമാജിനേഷൻ നന്നായിട്ട് വേണം. അപ്പോ ഏറ്റവും എസ്തെറ്റിക് ആയിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഭരതൻ, പത്മരാജൻ, കെ.ജി. ജോർജ് വരെ ജോണറിന്റെ വേദിയിലാണ്. ഏറ്റവും കൂടുതൽ പറയുന്നത് ഭരതനാണ്. റീസെന്റ് ആയിട്ടുള്ള ആരുടെ പേര്? ആഷിഖ് അബു കുറച്ച് എസ്തെറ്റിക്കാണ്. ലിജുലോസ് ഫിലിസിന് എസ്തെറ്റിക്കാണ്, വേദിയിലാണ്. എസ്തെറ്റിക്ക പറയാൻ ആഷിഖ് അബു കുറച്ച് പേര്. അമൽനീരല്ല ഒരു സ്റ്റൈലിഷ്, അത് വേദിയിലാണ്. അതൊരു വെസ്റ്റേൺ എസ്തെറ്റിക്സ് ആദ്യം പറയാം. ഗൗതം വാസുദേവ് മേനോൻ he is following a lot of aesthetics, right? American style movies.
ഗൗതം മേനോൻ എനിക്കത്ര തോന്നിയിട്ടില്ല. പിന്നെ ആരാണ്, ഷാജൻ കരുൺ, ഇവരെല്ലാം. പിന്നെ പെട്ടെന്ന് പേര് വരുന്നില്ല. ചില ആൾക്കാരുണ്ടോ എസ്റ്റിക്കേറ്റ്. ഷാജി കൈലാസ് ഉണ്ടോ? അത് മാസ് സൈക്കോളജിയാണ്. ഇപ്പൊ ആട്ടമാണ് മൂവി, അങ്ങനത്തെ ചില നല്ല മൂവീസ് വരുന്നുണ്ട്. ആട്ടം. പക്ഷെ അങ്ങനത്തെ മൂവീസ് ഇപ്പൊ തണുപ്പെന്ന് പടം ഞാൻ പ്രൊമോട്ട് ചെയ്തതാണ്. അങ്ങനത്തെ പടം ഒരു പരിധിക്കപ്പെടുത്തി ഓടില്ല. കാരണം ഈ എസ്റ്റിക്കേറ്റിൽ കാണുന്ന ആൾക്കാർ കുറവാണ്. ഇതിന് കുറച്ച് ബ്രെയിൻ ഉപയോഗിക്കണം. മറ്റെല്ലാം മാസിന് വേണ്ടിയുള്ള. ഈ ഇവിടുത്തെ മൂവീസ് കാണുമ്പോൾ ഡൗൺ പോകണം, ഇമോഷണലി ഡിപ്ലീറ്റ് ആവും, ഇമോഷൻ എനർജി പോകും, നമ്മൾ ഒരു അഡിക്ഷൻ വരും, റിയാലിറ്റി ഡിബേറ്റ്, ഇതൊന്നും ഇല്ലാത്തതാണ് എസ്തെറ്റിക്സ്. എസ്തെറ്റിക്സിൽ ഈ 3 കാര്യമില്ല. ഇവിടുത്തെ കൊമേഴ്ഷ്യൽ മൂവീസ് കാണുന്ന ആൾക്കാർക്ക് പല പ്രശ്നങ്ങൾ വരുന്നുണ്ട്. Are you saying that aesthetics is linked to higher intelligence, higher IQ? ഇൻഫ്ലുവൻസ് വേണം, മറ്റേതിന് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസും വേണ്ട. മസാലയ്ക്ക് മീൻസ് നല്ല IQ ഉള്ള കാണുന്ന ആൾക്ക് ഇൻഫ്ലുവൻസ് വേണം, പക്ഷെ കാണുന്ന ആൾക്ക് അത്ര ഇൻഫ്ലുവൻസ് വേണ്ട. മാസ് പടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓടിയിരിക്കുന്നത് എല്ലാ കാലത്തും. പത്മരാജാല്, ഭരതൻ, അവരുടെ മൂവീസ്, KG ജോലിയുടെ മൂവീസിനെ പരിധിക്കപ്പെട്ട് ഓടിയിട്ടുണ്ട്. ഇപ്പോൾ എസ്തെറ്റിക്സിനെ കുറിച്ച് എന്റെ ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. ഓൾ യു ലൈക്ക് ആർട്ടിൽ മാത്രമല്ല എല്ലായിടത്തും. യെസ് റൈറ്റ്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ എസ്തെറ്റിക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെയായിരുന്നു. ഐ ഹോപ്പ് എവറി വൺ വിൽ ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് താങ്ക് യു സോ മച്ച് സന്തോഷ് വോക്കി ഫോർ കമ്മിങ് ആൻഡ് ഷെയറിംഗ് യുവർ ഇൻസൈറ്റ് വിത്ത് us. പേപ്പർ പഠിച്ചിട്ടുണ്ട്, ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേറെ ദിവസം കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. ഇതേ ഉള്ളൂ, രണ്ടേ ഉള്ളൂ. 2 ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ.